കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ തുമ്പക്കോട് മലയിലെ അമ്പലത്തിൽ പോകാം കേട്ടോ. ഇന്നും കൂടെ ഞാനിന്ന് എൻ്റെ അങ്ങോട്ട് പോകും. അവിടെ വെള്ളമൊക്കെ ശരിയായി. അപ്പോൾ അവിടെ നിന്ന് കണ്ണനെ തൊഴുതിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഞായറാഴ്ച അല്ലേ. അപ്പോൾ ഞാൻ കണ്ണൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ണൻ ഇച്ചിരി തുളസി കതിര് പറിക്കാമെന്ന് വിചാരിച്ചു. കൃഷ്ണ തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി. കുറച്ച് ഉള്ളത് നുള്ളി എടുത്തിട്ട് പോവാ. കെട്ടി കുറച്ച് കെട്ടി എൻ്റെ തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി. അപ്പേക്ക് നമ്മൾ നേരത്തെ പോരാ, നേരം വഴിയല്ലേ നമ്മൾ പോയേ. നമ്മൾ കണ്ണൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ണൻ ഒന്നും കൊടുത്തില്ലേലും 2 കതിർ തുളസിക്കതിര് കൊണ്ടുപോയി കൊടുത്താലും മതി എന്നാണ് പറയുന്നത്. എന്ന വഴിയിൽ ഒരു വീട്ടിൽ ചോദിച്ചിട്ട് പൂ പറിക്കുക കേട്ടോ. കണ്ണനുള്ള നല്ല മന്ദാരവും പിന്നെ ഈ പൂവിൻ്റെ പേരെന്താ എനിക്കറിയില്ല. ഇത് നമ്പ്യാർവട്ടത്തിൻ്റെ ചെറിയ ടൈപ്പ്. അതിൻ്റെ ഉണ്ണിമകളാണെന്നാണ് ചേച്ചി പറഞ്ഞത്. നമ്പ്യാർവട്ടത്തിൻ്റെ ഉണ്ണിമകളാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ പറിച്ച് നേരത്തെ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ എന്തായാലും 7:30. ഇനി അവിടെ എത്തുമ്പോഴേക്കും 8 മണിയാവും. വെളുപ്പിന് പോകണമെന്ന് വിചാരിച്ചേ. പക്ഷെ ഇന്നലെ രാത്രി വല്യമ്മയ്ക്ക് പനിയൊക്കെ ആയതുകൊണ്ട് വല്യമ്മയ്ക്ക് ഉറക്കമില്ലായിരുന്നു. അപ്പോൾ അങ്ങടെ ഉറക്കവും പോയി. അപ്പോൾ ഞങ്ങൾ എണീച്ചപ്പോൾ നേരം വൈകിപ്പോയി. പിന്നെ ഞങ്ങൾ പൂ പറിച്ചിട്ട് നടക്കട്ടെ. ഇനിയും കുറേ ഉണ്ട് നടക്കാൻ. അത് നല്ല കുത്തനുള്ള കയറ്റാണ് ഇനിയുള്ള. ഇങ്ങനെ നടന്നു പോവാണ്. ഇനിയൊരു 2 കയറ്റം, ഒരു കുത്തനൊരു കയറ്റും ഒരു വളഞ്ഞിട്ടുള്ളൊരു കയറ്റവും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിലെത്തിയിട്ടോ. ഇതുവരെ നമുക്ക് വലിയ കയറ്റമില്ല, ഏകദേശം ഒരു നിരപ്പും കയറ്റവുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ആണ് കയറ്റം വരുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ കയറ്റം തുടങ്ങിയിട്ട് അങ്ങനെ വലിയ കയറ്റം എത്തുവേ. ആ കയറ്റം എന്ന് നമുക്ക് എന്തേലൊക്കെ വണ്ടി കിട്ടും. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ നടന്നു കയറി. ഇപ്രാവശ്യം നടന്നു കയറാം. പക്ഷേ വെയിലാവുന്നതിൻ്റെ മുന്നേ വരണമെന്ന് വിചാരിച്ചിരുന്നു, നടന്നില്ല. വെയിലായിടാ, കണ്ണിലേക്ക് വെയിലിറക്കുന്നുണ്ട്. കയറ്റം തുടങ്ങുകയാണ്. ഇതിങ്ങനെ കുത്തനെ കയറണം ഈ കയറ്റം. ഈ കയറ്റം ഇങ്ങനെ കയറി അങ്ങനെ വളഞ്ഞ് അങ്ങനെ മുകളിൽ കയറി മലയുടെ മണ്ടയിലിരിക്കുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ. ഇതുണ്ടോ, ഇവിടുന്ന് തന്നെയുള്ള പ്രകൃതിയുടെ ഭംഗിയൊന്നും നോക്കി. ഇത് നമ്മൾ കയറുന്നേ ഉള്ളൂ കേട്ടോ. താഴ്ഭാഗമല്ലേ. ഒന്ന് പോണ വഴി നിറച്ചതാണ്ടോ ഈ വാഗപ്പൂ. ഇങ്ങനെ വാഗമരം പൂത്ത് നിൽക്കുക, നിറച്ച് പോവാ. വെയിൽ കൊണ്ട് കാണുന്നില്ല. നമ്മൾ വനദുർഗേൻ്റെ അടുത്ത് തൊഴുവാട്ടോ. അപ്പം അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരിടത്ത് ശിവൻ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഇവർക്ക് പെട്ടെന്ന് അങ്ങ് തോന്നിപ്പോയി. അവരുള്ളവർ അമ്മ നാളെ അവിടെ ശിവനെ കണ്ടല്ലോ, അമ്മ നോക്കിക്കുന്നല്ലോ. നിനക്കങ്ങനെ തോന്നിയതൊക്കെ ശിവൻ അവിടെ ഉണ്ടാവും. അപ്പം നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടോ. കണ്ടോ, അമ്പലത്തിൻ്റെ താഴ്ഭാഗം നിറച്ച് പാറയാണ്. ഇവിടെയായിരുന്നു പരിപാടിക്ക് സ്റ്റേജൊക്കെ കെട്ടിയിരുന്നത്. എന്നിട്ട് ആൾക്കാർ മൊത്തം ഈ പാറയെ കൂടെ ഇരുന്ന്. ഇവിടെ ഇതൊരു കുളാട്ടോ, ഫുള്ള് പാറേൻ്റെ ഇതുണ്ടോ. പാറേൻ്റെ ഇടുക്കിൽ ആ പാറ കൊണ്ട് തന്നെ അതിന് മൂടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളം ഒരിക്കലും വറ്റൂല കേട്ടോ. ഇവിടുന്ന് വെള്ളം എടുത്തല്ല കുടിക്കാനും ഇതിനൊക്കെ ഒരു വെള്ളം എടുക്കുന്നുണ്ട്. ഇവിടുന്ന് വർത്താനം പറയാൻ പറ്റുന്നില്ല, കയറ്റം കയറി മടുത്ത്. അതുകൊണ്ട് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ കണ്ണൻ്റെ അടുത്ത് എത്തിയിട്ടോ. അവിടെ ഇവിടെ വരാൻ ഇച്ചിരി നടക്കാനുള്ളൊരിതുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും
ഒക്കെ ഒരു കുളിർമയാണ്. വേണ്ട താഴേക്കൊക്കെ അങ്ങ് കോടഞ്ചേരി അങ്ങാടിൻ്റെ അവിടുത്തെ പള്ളീൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു ആ കാണുന്നത്. എന്ത് ഭംഗിയല്ലേ, പ്രകൃതി മനോഹരമായ സ്ഥലം. ഇനി ഇതാ ഇവിടുന്ന് ഇങ്ങനെ കയറി ഇവിടുന്ന് ഇങ്ങനെ ഈ റോട്ടിലേക്ക് അങ്ങോട്ട് പിന്നെ ചാമുണ്ടീശ്വരിയാണ്. അമ്മേനെ ആദ്യം തൊഴുതിട്ട് വേണം നമ്മൾ ഉണ്ണിക്കണ്ണനെ തൊഴാൻ പോകാൻ. നമ്മൾ ആദ്യം ഒന്ന് കാല് കഴുകിയിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഇത് മുൻഭാഗത്തെ വ്യൂ ആണ് ഞാൻ ആദ്യം കണ്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പുറഭാഗത്തെ വ്യൂ കാണാം. നല്ല ഭംഗിയാണ്. പക്ഷേ ഞാൻ തൊഴുത് വന്നിട്ട് കാട്ടിത്തരാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൊഴുന്നതും എല്ലാം ലൈവാക്കി എടുത്തിട്ട് വീഡിയോ ആക്കി ഇടാൻ വിചാരിച്ചപ്പോൾ വീഡിയോ കയറുന്നേ ഇല്ല. അപ്പോൾ കണ്ണന് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുന്നത് തൊഴുന്നതൊക്കെ. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കി അമ്പലം അതാ അങ്ങനെ കാട്ടിത്തരാട്ടോ. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ള പൂജാരി മാറി പുതിയ പൂജാരിയാണ്. നമ്മുടെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പോവാട്ടോ. പുഷ്പാഞ്ജലി കഴിപ്പിച്ചിരുന്നത് കിട്ടിയിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതിൻ്റെ പുറകുഭാഗവും കൂടെ ഒന്ന് കാട്ടിത്തരാം കേട്ടോ. പുറകിലെ വ്യൂ നല്ല അടിപൊളിയല്ലേ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ടോ? ആ കാണുന്ന പുഴയാണ് ഇരവഞ്ഞിപ്പുഴ. പുല്ലുരാമ്പാറ ആനക്കാമ്പൊയിൽ അവിടെ നിന്ന് വരുന്ന ഇരവഞ്ഞിപ്പുഴയാണ് കേട്ടോ ആ കാണുന്നത്. ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. പിന്നെ അങ്ങ് അതിൻ്റെ കുറേ അപ്പുറം കാണുന്ന ആ കെട്ടിടങ്ങൾ പുല്ലുരാമ്പാറ സ്കൂള്. പിന്നെ ഇത് ആ കാണുന്ന മലനിരകൾക്കപ്പുറയാണ് വയനാട്. ഇതിലെയാണ് വയനാട്ടിലേക്കുള്ള തുരങ്കപാത വരുന്നത്. നമ്മുടെ ആനക്കാമ്പൊയിൽ റോഡ് വരുന്നത് ഇതിൽ. ആ മല തുരന്ന് അപ്പുറത്തെത്തിയാൽ വയനാട്ടിലേക്കാട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ വേറൊരു കാഴ്ച ഞാൻ കാണിച്ചേരെ. ഇവിടെ ആലക്കുളം എന്ന് പറഞ്ഞ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ ആകൃതി ആലിൻ്റെ ഇലയിൽ കുളം കാട്ടിത്തരാം. ഇതിലെ ഇങ്ങനെ പോയിട്ട് എന്താ അവിടെ കാണാനൊക്കെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ആലിലക്കുളം. ഇത് വേനലായത് കൊണ്ട് വെള്ളം കുറവാണ്. ഉണ്ടോ ആലേൻ്റെ അതേ ഷേപ്പിൽ അതിൻ്റെ തണ്ട് പോകുന്നുണ്ടോ ഇങ്ങനെ താഴെ വരെ ഉണ്ട് ആ തണ്ട്. മഴക്കാലത്ത് വന്നാൽ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. നല്ല ഭംഗിയിൽ കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാഴ്ച. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെയിലായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. ഫുള്ള് കോടയിൽ മുങ്ങിയിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ ബൈ. തൊഴുതിറങ്ങിയപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നൊരു കുറച്ച് താഴെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരു വലിയ മാവുണ്ടേ. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് അതിൻ്റെ ചുവട്ടിൽ വന്ന് നോക്കിയപ്പോൾ നിറച്ച് മാങ്ങ വാവൽ കൊത്തിയിട്ട്. അപ്പം ചേച്ചിയോ ഒക്കെ വാവൽ കൊത്തിപ്പോയാലോ ഒന്നും പോലും കിട്ടൂലേന്ന്. അപ്പോൾ നോക്കിയപ്പോൾ നോക്ക് ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഇത്രയും മാങ്ങാപ്പഴം കിട്ടി ഇതിൻ്റെ ചുവട്ടിൽ നിന്ന്. ഭയങ്കര സന്തോഷം. അപ്പം നല്ല അടിപൊളി മാങ്ങാപ്പഴം കേട്ടോ. അപ്പോൾ ഞങ്ങളിതും പെറുക്കിനി പോവുക കേട്ടോ.